My dear friends, ladies and gentlemen, welcome back. ഒരുവിധപ്പെട്ട എല്ലാവർക്കും ഉപയോഗപ്രദമാകാൻ സാധ്യതയുള്ള ഒരു സാധനമാണ് ഇന്ന് എൻ്റെ ഉള്ളത്. കാണിച്ചോട്ടെ. ഇന്ന് വന്നതേ ഉള്ളൂ. ആമസോണിൽ നിന്നാണ് ഞാൻ ഓർഡർ ചെയ്തത്. ഇതാണ് സാധനം. പെട്ടിയൊക്കെ ചളുക്കോ പുളുക്കോ എന്ന് പറഞ്ഞിരിക്കുകയാണല്ലോ. ഓൾറെഡി റിവ്യൂസിനകത്തൊക്കെ പറയുന്നുണ്ടായിരുന്നു വരുന്നതിനകത്ത് പെട്ടിയൊക്കെ ഡാമേജ്ഡ് ആയിട്ടാണ് വരുന്നതെന്നുള്ളത്. ഏതാണ്ടൊക്കെ പൊളിഞ്ഞു പോലെ ഇരിക്കുന്നു. സംഭവം എന്താണെന്ന് വെച്ചാൽ ഒരു 13-in-1 ഫിലിപ്സിൻ്റെ ട്രിമ്മറാണിത്. ഇത് വെച്ച് നമുക്ക് ഫേസ്, ഹെയർ, ബോഡി ഇതൊക്കെ മീൻസ് ട്രിം ചെയ്യാം നമുക്ക്. ഇത് ഓൾറെഡി ബോക്സൊക്കെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ റിവ്യൂസിനകത്ത് കുറേ നോക്കിയപ്പോഴത്തേക്കും ഒരുപാട് കസ്റ്റമേഴ്സ് ഇത് വാങ്ങിയിട്ട് ഈ പറയുന്ന സംഭവം തന്നെ ഇതാണ് സംഭവം. ഒരുപാട് കസ്റ്റമേഴ്സ് കംപ്ലയിൻസ് ഒക്കെ ഇങ്ങനെ ആമസോണിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വന്ന പല ആൾക്കാരുടെയും ബോക്സ് എല്ലാം ഇതുപോലെ പൊളിഞ്ഞിരിക്കുമായിരുന്നു എന്നുള്ളത്. ഇതിനകത്ത് പല ലെവലിലുള്ള ക്ലിപ്പുകളുണ്ട്. നമുക്ക് ഹെയർ കട്ട് ചെയ്യാൻ, അത് പല ലെവലിൽ കട്ട് ചെയ്യാനായിട്ട്, താടി ട്രിം ചെയ്യാൻ വേണ്ടിയിട്ട്, പിന്നെ നമ്മളെ ബോഡിയിലുള്ള ഹെയർസൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, അങ്ങനെ പല ലെവലിലുള്ള ക്ലിപ്പുകളും, പിന്നെ മൂക്കിനുള്ളിലെ രോമമൊക്കെ മീൻസ് അതൊക്കെ ട്രിം ചെയ്യാൻ വേണ്ടിയിട്ട് പല ഒരുപാട് ക്ലിപ്പുകൾ. അതായത് 13-in-1 ക്ലിപ്പ് എന്നാണ്, മീൻസ് 13-in-1 എന്നാണ് ഇതിന് പറയുന്നത്. ഇതിൻ്റെ ഫിലിപ്സ് 7000 സീരീസ് all-in-1 ട്രിമ്മർ. ഇതിൻ്റെ മോഡൽ നമ്പർ ഒന്നും പ്രത്യേകിച്ചില്ലേ? ഉണ്ട്. ഇതിൻ്റെ പ്രോഡക്റ്റ് കോഡെന്ന് പറയുന്നത് MG7715/65. 4595 രൂപയാണ് MRP. പക്ഷെ നമുക്കിത് 3200 രൂപയ്ക്കാണ് ആമസോണിൽ നിന്ന് കിട്ടിയത്. ഇതിനകത്ത് നമ്മളെ താടി, മുടി, ബോഡി പാർട്സിലെ ഹെയർ ഒക്കെ റിമൂവ് ചെയ്യാന്നുള്ള ഒരു ഇമേജ് ഒക്കെ കാണിച്ചിട്ടുണ്ട്. ബോക്സൊക്കെ പൊട്ടി ഞാൻ ഉപയോഗിച്ചിട്ട് റിട്ടേൺ അയച്ച സാധനം വല്ലതാണ് നമുക്ക് വന്നിരിക്കുന്നത്. കുറേ പേപ്പേഴ്സ് ഉണ്ട്. നമുക്ക് പ്രത്യേകിച്ച് വലിയ ആവശ്യങ്ങളൊന്നുമില്ല, അത് മാറ്റാം. ഓക്കെ, ഒരു പൗച്ചുണ്ട്. ഈ സാധനങ്ങളൊക്കെ മൊത്തത്തിൽ നമുക്ക് ഇട്ട് വെക്കാനായിട്ടൊരു പൗച്ച് കിട്ടിയിട്ടുണ്ട്. അതാണിത്. ക്ലിപ്പുകളുടെ ഒന്നും കവറൊന്നും അങ്ങനെ പൊട്ടിയിട്ടൊന്നുമില്ല കേട്ടോ. സോ ആരും ഉപയോഗിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. ഓക്കെ, ഒരു പവർ അഡാപ്റ്റർ, അവർ ഉപയോഗിച്ചിട്ടല്ലേ, ഫ്രഷ് പീസാണ്, പേടിക്കണ്ട. അപ്പോൾ ഇതാണ് സാധനം. ഇതാണ് ട്രിമ്മർ. ഒരു മെറ്റാലിക് കളറിലൊക്കെയാണ് വരുന്നത്. പ്ലാസ്റ്റിക് ബോഡി. അപ്പോൾ ഗൈസ്, ഇത് ട്രിമ്മർ. ഇതിൻ്റെ കൂടെ നമുക്കൊരു പവർ അഡാപ്റ്റർ വന്നിട്ടുണ്ട്. പവർ അഡാപ്റ്റർ നോർമൽ പവർ അഡാപ്റ്ററാണ് കേട്ടോ. സാധാരണ ട്രിമ്മറിൻ്റെ കൂടെ വരുന്ന പവർ അഡാപ്റ്റർ. എനിക്കൊന്ന് ടൈപ്പ് സി ആക്കിയിരുന്ന കുറച്ചുകൂടെ കൺവീനിയൻ്റ് ആയിരുന്നു നമുക്ക്. ബിക്കോസ് നമ്മൾ ട്രാവലൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഈ സാധനം കൊണ്ടുകൊണ്ടല്ലോ നമ്മൾ മൊബൈലിൻ്റെ ചാർജറൊക്കെ വെച്ചാൽ നമുക്കിത് ചാർജ് ചെയ്ത് യൂസ് ചെയ്യാം. അപ്പോൾ ഇതിലിപ്പോൾ ചാർജ് ഉണ്ടോ? ഇല്ല, ഇതിപ്പോൾ ഓണാവുന്നില്ല. ഒരു ഓറഞ്ച് കളർ കത്തി നിൽക്കുവാണ്. നമുക്കിതൊന്ന് ചാർജ് ചെയ്യാനിടാം. ഓക്കെ, എന്നിട്ട് ഓൺ ചെയ്ത് നോക്കട്ടെ. ചാർജ് ചെയ്യാനിടാം. നമ്മൾ ട്രിമ്മറും ചാർജ് ചെയ്യാൻ വെച്ച് ഫാസ്റ്റ് ചാർജിങ് ഒക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ കുറച്ച് നേരം ചാർജ് ചെയ്തിട്ട് നമുക്കത് ഓണാക്കി നോക്കാം. അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ ഇതിൻ്റെ കൂടെ വന്ന ക്ലിപ്പുകൾ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇതൊരു 16mm, 9mm, 12mm, 16mm അങ്ങനെ 3 ക്ലിപ്പുകളാണ്. ഇത് വെച്ചിട്ട് എനിക്കൊന്ന് നമുക്ക് ഹെയർ ഒക്കെ കട്ട് ചെയ്യാനായിട്ട് നമുക്കിത് യൂസ് ചെയ്യാം. കുറച്ച് വലിയ ലെങ്ത്ത് കൂടിയിട്ടുള്ള ക്ലിപ്പുകളാണ് ഇതെല്ലാം. എനിക്കൊന്ന് ഒരുപാട് വലിയ താടിയൊക്കെ ഉള്ളവർക്കും ഇത് യൂസ് ചെയ്ത് നമുക്ക് ചെയ്യാം. അങ്ങനെ 3 എണ്ണം ഇതുണ്ട്. പിന്നെ ഒരു 2mmൻ്റെയും 1mmൻ്റെയും 2 ക്ലിപ്പുകളുണ്ട്. താടിയും മീശയൊക്കെ ട്രിം ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം. പിന്നെ 2 പച്ച കളറിലുള്ള 2 ഇതുണ്ട്. അതിനകത്ത് തന്നെ എഴുതിയിട്ടുണ്ട് ബോഡിക്ക് വേണ്ടിയിട്ടില്ല. ബോഡി 3mm ആൻഡ് 5mm അങ്ങനെ 2 ക്ലിപ്പുകളും കൂടിയുണ്ട്. ഓക്കെ, അങ്ങനെ 2 എണ്ണം. പിന്നെ ഈ പറഞ്ഞ പോലെ 3mm to 7mmൻ്റെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്ലിപ്പുണ്ട്. അത് ഇങ്ങനെയാണ് അത് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് ഇങ്ങനെ ഒരു നോബുണ്ട്. അത് നമുക്ക് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ അതിങ്ങനെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതിങ്ങനെ പൊങ്ങിയും താരും ചെയ്യുന്നുണ്ട്. കണ്ടോ? അപ്പോൾ അങ്ങനെ ഇത് യൂസ് ചെയ്യാം. പിന്നെ നമുക്ക് പ്രിസിഷൻ ചെയ്യാൻ വേണ്ടി, അതായത് താടിയുടെയും മീശയുടെയൊക്കെ വരമ്പൊക്കെ വെക്കാനായിട്ട്, വരമ്പ് പിടിച്ച് നമുക്ക് ഷേപ്പ് ചെയ്യാനായിട്ട് ഒരു പ്രിസിഷൻ ക്ലിപ്പുണ്ട്. ഇതൊരെണ്ണമുണ്ട്. പിന്നെ നമുക്ക് മൂക്കിലെയും ചെവിയിലെയൊക്കെ രോമങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ കട്ട് ചെയ്ത് കളയാനായിട്ട് ഇങ്ങനൊരു ക്ലിപ്പും കൂടിയുണ്ട്. ഇനി ഒരു ക്ലിപ്പ് കൂടെ ഉണ്ട്. ഞാൻ ഈ ട്രിമ്മർ മേടിച്ച മെയിൻ ഉദ്ദേശങ്ങളിലൊന്ന് ഈ ക്ലിപ്പർ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കണ്ടോ, ഇത് വെച്ചിട്ട് നമുക്ക് നമ്മുടെ ബോഡി പാർട്സും നമ്മുടെ ബോഡിയിലെ പ്രൈവറ്റ് പാർട്സും ഒക്കെ ഈസി ആയിട്ട് നമുക്ക് ട്രിം ചെയ്യാൻ പറ്റും. സോ ഇത് നമ്മൾ ഇപ്പം എന്താ ചൂട്, നമ്മൾ ഈ ചൂടത്തൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പോയിട്ട് വന്നാൽ നമ്മളെ കക്ഷം, പിന്നെ നമ്മുടെ പ്രൈവറ്റ് പാർട്സിലൊക്കെ ഫുള്ള് വിയർപ്പൊക്കെ ആയിട്ട് ആകെ ബുദ്ധിമുട്ടാണ്. അതിൻ്റെ ഇടയിൽ കൂടെ നമുക്ക്
അങ്ങനെയുള്ള ഭാഗങ്ങളിലൊക്കെ ഹെയറും ഗ്രോ ആയി നിൽക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആകെ ബുദ്ധിമുട്ടാണ്. ശരിക്കും ബുദ്ധിമുട്ടാണ്. സോ അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ മാക്സിമം പറ്റുമ്പോഴൊക്കെ നമുക്ക് അങ്ങനെയുള്ള ഭാഗത്ത് ഹെയറൊക്കെ റിമൂവ് ചെയ്ത് വെക്കാൻ പറ്റിയാൽ അത്രയും നല്ലതാണ്. സോ അത് നമ്മളെ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യം കൂടെയാണ്. ഇത് യൂസ് ചെയ്താലുള്ള അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് നമ്മളെ സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നിലൊക്കെ കട്ട്സ് വീഴാൻ സാധ്യത കുറവാണ് ഈ ക്ലിപ്പ് ഇട്ടിട്ട് നമ്മൾ ട്രിം ചെയ്യുമ്പോഴത്തേക്ക്. അപ്പോൾ ഇതാണ് ഞാനിത് മേടിച്ചതിൻ്റെ മെയിൻ ഉദ്ദേശങ്ങളൊന്ന്. ഒന്ന് നമ്മൾ ബ്ലേഡും റൈസസ് ഒക്കെ ഉപയോഗിക്കുമ്പോഴത്തേക്ക് നമുക്ക് ഒന്ന് റിസ്ക് ആണ്, സ്കിന്നൊക്കെ കട്ടാവാൻ ചാൻസ് ഉണ്ട്. ഇതാകുമ്പോഴത്തേക്ക് നമുക്ക് ഈസിലിയും ഫാസ്റ്റായിട്ടും നമുക്ക് കാര്യങ്ങൾ നമ്മളെ ആവശ്യങ്ങളെല്ലാം സാധിക്കാം. അപ്പോൾ നമ്മുടെ ട്രിമ്മർ ചാർജ് ആയാൽ നോക്കാം. ചാർജ് ആയെങ്കിൽ നമുക്ക് ഓൺ ചെയ്ത് നോക്കാം. യെസ്, ട്രിമ്മർ നമ്മളൊരു 10 മിനിറ്റോളം ചാർജ് ചെയ്യാൻ വെച്ചു. ഓണായി വന്നിട്ടുണ്ട്, നോക്കാം. യെസ്, ഓണാവുന്നുണ്ട്. ഇത് ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്. ഇതാണ് ഇതിൻ്റെ ഓൺ ആൻഡ് ഓഫ് ബട്ടൺ. ഓക്കെ, ഇത് ഒരു തവണ നിൽക്കുമ്പോൾ ഓണാവും, അടുത്ത തവണ നിൽക്കുമ്പോഴത്തേക്ക് ഓഫ് ആവും. ഓക്കെ, ഇതാണ് സംഭവം. സോ ഇത് നമുക്ക് ഈ ബ്ലേഡ് ഡയറക്റ്റ് ഉപയോഗിച്ച് നമുക്ക് ട്രിം ചെയ്യാം കേട്ടോ. ഇത് ഡയറക്റ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഓണാക്കി ഇത് യൂസ് ചെയ്യാവുന്നേ ഉള്ളൂ. പിന്നെ ഇതിനകത്ത് ക്ലിപ്പുകൾ ആഡ് ചെയ്യുന്നത് ഇത് ജസ്റ്റ് ഇങ്ങനെ നമ്മളിങ്ങനെ ഒന്ന് ഈ തമ്പ് വെച്ചിട്ടൊന്ന് പുള്ളി ചെയ്യുമ്പോഴത്തേക്ക് ഇതിങ്ങനെ ഇളകി വരും. പിന്നെ നമുക്കിതിനകത്ത് അതിന് മുന്നേ ഇതിട്ട് മറ്റ് സാധനങ്ങൾ ഇതിട്ട് കാണിച്ചു തരാം. ഇതിൽ നമുക്കിനി അപ്പോൾ ബാക്കി ക്ലിപ്പുകൾ ഇട്ട് നോക്കാം. ഇപ്പോൾ ഇതിങ്ങനെ വെച്ചിട്ട് നമുക്ക് ഒരു ക്ലിപ്പ് എടുത്ത് ഇത് ഇങ്ങനെ കയറ്റി ജസ്റ്റ് ഇങ്ങനെ ക്ലിപ്പ് ചെയ്താൽ മതി. അപ്പോൾ അത് അതിനകത്ത് അങ്ങ് ഫിക്സ് ആവും. പിന്നെ നമുക്കിത് യൂസ് ചെയ്യാം. എന്നിട്ട് ഇതിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പുള്ളി ചെയ്യുമ്പോഴത്തേക്ക് ഇതിങ്ങനെ ഊരി വരും. ഓക്കെ, അതുപോലെ എല്ലാ ക്ലിപ്പറുകളും നമുക്ക് യൂസ് ചെയ്യാം. ഇനി നമുക്ക് ആ പ്രിസിഷൻ ട്രിമ്മറും നോസിൻ്റെ ട്രിമ്മറും ഒക്കെ എങ്ങനെ കണക്ട് ചെയ്യുന്നത് വെച്ചാൽ ജസ്റ്റ് ഇതിങ്ങനെ പുള്ളി ചെയ്തിട്ട് നമ്മളിങ്ങനെ ഇളക്കുക. എന്നിട്ട് നമുക്ക് ഇത് സാധനം ജസ്റ്റ് ഇത്രയും കയറ്റി വെച്ചാൽ മതി. കണ്ടില്ലേ? എന്നിട്ട് നമുക്കിത് യൂസ് ചെയ്യാം. മറ്റേ പോയിൻറ്റഡ് ആയിട്ടുള്ള അത് കണക്ട് ചെയ്ത് യൂസ് ചെയ്യാം. പിന്നെ ഇത് ലാസ്റ്റ് നമ്മളെ ബോഡിയിലൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ക്ലിപ്പർ. ഓക്കെ, സോ അത് ഇത്രയാണ്. ഇതിനകത്ത് നമുക്ക് ഇത്രയേ ഉള്ളൂ. വേറെ ഇതിനകത്ത് അങ്ങനെ വലിയ സംഭവമൊന്നുമില്ല. ഈസി ആയിട്ട് യൂസ് ചെയ്യാവുന്ന ഒരു പ്രോഡക്റ്റാണ്. നമുക്കങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടൊന്നുമില്ല. ഈസി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ക്ലിപ്പറുകളിൽ നമ്മൾ ആവശ്യത്തിനുള്ള ക്ലിപ്പർ അറ്റാച്ച് ചെയ്തിട്ട് ട്രിം ചെയ്യുക. സോ അതത്രയാണ് നമ്മൾ ആ ട്രിമ്മർ യൂസ് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ ഇതിൻ്റെ മറ്റ് ചില ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇതിൻ്റെ ബ്ലേഡ് എന്നൊക്കെ പറയുന്നത് സെൽഫ് ഷാർപ്പനിങ് ആണ്. നമ്മൾ യൂസ് ചെയ്യും തോറും ഇത് തനിയെ ഷാർപ്പൻ ചെയ്ത് ഇതിൻ്റെ മൂർച്ച പോകാതിരിക്കുമെന്നാണ് പറയുന്നത്. പിന്നൊരു സംഭവം ഇത് ഫുള്ളി വാട്ടർ പ്രൂഫാണ്. സോ നമുക്ക് വെറ്റായിട്ടും യൂസ് ചെയ്യാം. അതായത് നമ്മളിപ്പോൾ കുളിക്കുന്ന സമയത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ മുടി വെറ്റായിട്ടൊക്കെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. കംപ്ലീറ്റ്ലി വെള്ളം ഉപയോഗിച്ച് കഴുകി വൃത്തിയാക്കി ഉപയോഗിക്കാമെന്നൊക്കെയാണ് അവർ പറയുന്നത്. എത്രത്തോളം ശരിയാണെന്നുള്ളത് നമുക്ക് അറിഞ്ഞിട്ട് നമുക്കതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. പിന്നെ ഇതിലൊരു പവർ അഡാപ്റ്റിംഗ് ഫീച്ചർ ഉള്ളതായിട്ട് അവർ പറയുന്നുണ്ട്. പവർ അഡാപ്റ്റർ സെൻസർ ഉള്ളതായിട്ട് പറയുന്നത്. അതായത് നമ്മൾ ഈ ട്രിം ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ഹെയറിൻ്റെ ഡെൻസിറ്റി എത്രത്തോളം ഉണ്ട്, അപ്പോൾ അത് ഡിറ്റക്ട് ചെയ്തിട്ട് അതനുസരിച്ച് പവർ ഷിഫ്റ്റ് ചെയ്തിട്ട് ട്രിമ്മർ വർക്ക് ചെയ്തോളും. അതായത് ഒരുപാട് ഹെയർ നിൽക്കുന്നത്, അതിപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ ഒരുപാട് ഹെയർ ഉള്ള ഒരാൾ ട്രിം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ഹെയറിൻ്റെ ഡെൻസിറ്റി എത്രയാണോ അത് ഡിറ്റക്ട് ചെയ്തിട്ട് അതനുസരിച്ച് 125 ടൈംസ് പെർ സെക്കൻഡ് അത് ഡിറ്റക്ട് ചെയ്ത് വർക്കാവുന്നതാണ് അവർ ഇതിനകത്ത് പറയുന്നത്. ഒരു ഫുൾ ചാർജിൽ 120 മിനിറ്റ്സ് നമുക്ക് കോഡ്ലെസ് ആയിട്ട്, അതായത് പവർ കൊടുക്കാതെ തന്നെ കോഡ്ലെസ് ആയിട്ട് തന്നെ നമുക്ക് ഒരു ഫുൾ ചാർജിൽ 120 മിനിറ്റ്സ് ചാർജ് ചെയ്താൽ 120 മിനിറ്റ്സ് നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ 5 മിനിറ്റ് ചാർജിൽ ഒരു ട്രിമ്മിന് വേണ്ടിയിട്ട് 5 മിനിറ്റ് ചാർജ് ചെയ്താൽ മതി. ഒരു ട്രിമ്മിന് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം എന്നും പറയുന്നുണ്ട്. 100% ഷവർ പ്രൂഫ്, 5 മിനിറ്റ്സ് ക്വിക്ക് ചാർജ്, ബാറ്ററി ഇൻഡിക്കേറ്റർ നമുക്ക് ഇതിനകത്ത് ഞാനിപ്പോൾ എടുത്ത ടൈമിൽ ഓൺ ആക്കിയപ്പോൾ ഇതിനകത്ത് ഒരു ഓറഞ്ച് കളർ മിന്നുമായിരുന്നു. എനിക്കൊന്ന് ചാർജ് ഇല്ലാത്തപ്പോൾ അങ്ങനെ ഓറഞ്ച് കളർ മിന്നും. ചാർജ് ചെയ്യാൻ കുത്തിയപ്പോൾ ഒരു വൈറ്റ് LED ഈ സെയിം തന്നെ വൈറ്റ് ആയിട്ട് കത്തുന്നുണ്ടായിരുന്നു. എനിക്കൊന്ന് ഫുൾ ചാർജ് ആകുമ്പോഴത്തേക്ക് ഗ്രീൻ ആവേണ്ടതായിരിക്കും. അപ്പോൾ വീട്ടിൽ തനിയെ ഇരുന്ന് താടിയും മീശയും മുടിയൊക്കെ സ്റ്റൈൽ ചെയ്യുന്നവർക്ക് ഉഗ്ര സാധനമാണ്. പ്രത്യേകിച്ച് ഇതുപോലൊക്കെ മുടി ട്രിം ചെയ്ത് നടക്കുന്നവർക്കാണെന്നുണ്ടെങ്കിൽ ഭയങ്കര യൂസ്ഫുൾ ആണ്. സ്ഥിരമായിട്ട് ബാർബർ ഷോപ്പിലും സലൂണിലൊന്നും പോയി ചെയ്യേണ്ട, ഈസി ആയിട്ട് നമുക്ക് തനിയെ ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ താടി ട്രിം ചെയ്യുന്നവർക്കും സ്റ്റൈൽ ചെയ്യുന്നവർക്കും, പിന്നെ നമ്മുടെ ബോഡി ഹെയർസ്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മുടെ പ്രൈവറ്റ് പാർട്സിലെ ഹെയർസ്, ഇതൊക്കെ റിമൂവ് ചെയ്യാൻ നമുക്ക് ഈസി ആയിട്ട് ഈ സാധനം ഉപയോഗിച്ച് നമ്മളെ പരിപാടികളൊക്കെ നടക്കും. സോ ഇത് നല്ല പ്രോഡക്റ്റാണ്. ഞാൻ ഇതിന് മുന്നേയും യൂസ് ചെയ്യുന്നത് ഫിലിപ്സിൻ്റെ തന്നെ പ്രോഡക്റ്റാണ്. അതുകൊണ്ടാണ് കാരണം ഭയങ്കര ഡ്യൂറബിൾ ആണ്. പിന്നെ ഇതിന് 3 ഇയർ വാറണ്ടി ഉണ്ട് കേട്ടോ. ഔട്ട് ഓഫ് ദ ബോക്സ് 2 ഇയർ വാറണ്ടി ഉണ്ട്. പിന്നെ നമ്മളിതൊന്ന് അവരുടെ സൈറ്റിൽ കയറി രജിസ്റ്റർ ചെയ്യുമ്പോഴത്തേക്ക് നമുക്കതൊരു +1 ഇയറും കൂടെ ആഡ് ആയിട്ട് ടോട്ടൽ 3 ഇയേഴ്സ് വാറണ്ടി ഇതിന് കിട്ടുന്നുണ്ട്. ഞാനിതിന് മുന്നേയും ഫിലിപ്സിൻ്റെ ട്രിമ്മർ തന്നെ യൂസ് ചെയ്യുന്നത്. പക്ഷേ അതിനകത്ത് നമ്മൾ ഈ നോസ് ട്രിം ചെയ്യാനുള്ളതും ബോഡി ട്രിമ്മറിൻ്റെ ക്ലിപ്പുകളും ഒന്നും ഇല്ലായിരുന്നു. സോ അതിൻ്റെയൊക്കെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇത് വാങ്ങിയത്. അത് ഞാൻ കുറേ നാളായിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഇതുവരെയും കംപ്ലയിൻ്റ് ഒന്നും വന്നിട്ടില്ല. സോ ഡ്യൂറബിൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ്. അതുകൊണ്ടാണ് ഞാൻ ഫിലിപ്സ് തന്നെ വാങ്ങിയത്. പിന്നെ ആകെ എനിക്ക് ഇതിനകത്ത് തോന്നിയ ഒരു നെഗറ്റീവ് എന്ന് വെച്ചാൽ
അവർക്കിത് നോർമൽ പവർ അഡാപ്റ്ററാണ്. ഇത് മാറ്റിയിട്ട് ഒരു ടൈപ്പ് സി ആക്കിയിരുന്നു എന്നുണ്ടെങ്കിൽ നല്ലതായിരുന്നു. സോ അതാണ് എനിക്ക് ഇതിനകത്തുള്ളൊരു നെഗറ്റീവും അല്ലെങ്കിൽ എൻ്റെ ഒരു സജഷനായിട്ട് എനിക്ക് പറയാനുള്ളത്. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല, അത്രേ ഉള്ളൂ. വേറെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. സോ അത്രേ ഉള്ളൂ ഗൈസ്. താങ്ക് യു.